ഹലോ എല്ലാവർക്കും വെൽക്കം ടു RKM റെസിപ്പീസ് ആൻഡ് വ്ളോഗ്. അപ്പോൾ ഇന്ന് നമുക്ക് കോവക്ക വെച്ചിട്ടൊരു തോരൻ ഉണ്ടാക്കിയെടുക്കാം. ഒരു വ്യത്യസ്തമായ ഒരു രീതിയിൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു റെസിപ്പിയാണ്. അപ്പോൾ നമ്മൾ ചാനൽ ആദ്യമായിട്ട് വന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ട് കാണുന്ന ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണേ. അപ്പോൾ നമുക്ക് സമയം വേസ്റ്റാക്കാതെ നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഞാനിവിടെ ഒരു അരക്കിലോ കോക്ക എടുത്തിട്ടുണ്ട്. ഇതൊന്ന് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഒന്ന് കട്ട് ചെയ്തെടുക്കണം. പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് പറയുന്നത് ഉള്ളി, തക്കാളി, പിന്നെ പച്ചമുളക്, ചെറുള്ളി, പിന്നെ വെളുത്തുള്ളി, ഇഞ്ചി ചതച്ചത്, ഇത്ര ഐറ്റമാണ്. ഇനി നമുക്ക് കുക്കർ വെക്കാം. കുക്കറിലൊന്ന് എണ്ണ ചൂടാകുമ്പോൾ കുറച്ച് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി വരുമ്പോൾ നമുക്ക് ജീരകം ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് കർച്ചപ്പ് ഇട്ട് കൊടുക്കാം. ഇഞ്ചി ചതച്ചത് ഒന്ന് ഇളക്കി കൊടുക്കണം. വെളുത്തുള്ളി ചതച്ചത് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കണം. ഒരു 3-4 വട്ടൽ മുളക് ഇട്ട് കൊടുക്കാം. ചെറിയ ഫ്ലെയിമിൽ വെക്കണം, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കണം. ഒന്ന് ഇളക്കിയ ശേഷം നമുക്ക് ചെറിയ ഉള്ളി അല്പം ഇട്ട് കൊടുക്കാം. ഒന്ന് ഇളക്കിയ ശേഷം നമുക്കിനി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളി, ഉള്ളി, പച്ചമുളക് എല്ലാം കൂടി ഇതിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ ഇളക്കി കൊടുക്കണം. ഇനി കട്ട് ചെയ്ത് വെച്ച കോക്ക ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അല്പം വെള്ളം ഒഴിക്കണം. അല്പം വെള്ളം ഒഴിച്ച് നമുക്ക് വേവിച്ചെടുക്കാം. ഇത് കുക്കർ 2 സീറ്റി അടിച്ച് എയറെല്ലാം പോയ ശേഷം തുറന്നതാണ്. ഇത് ഈ പരുവത്തിൽ വെന്തിട്ടുണ്ട്, അത്യാവശ്യം വെന്ത്. ഇനി നമുക്കിതൊരു വേറെ പാത്രത്തിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കാം. അല്പം തേങ്ങ ചുരണ്ടിയത് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. തേങ്ങ ചുരണ്ടിയത് ഇട്ട് കൊടുത്ത് 2 മിനിറ്റ് ചെറിയ ഫ്ലെയിമിൽ ഒന്ന് ചൂടാകണം. ഏകദേശം നമ്മൾ കോവക്ക തോരൻ റെഡിയാണ്. നിങ്ങളും കൂടി ഒന്ന് ഉണ്ടാക്കി നോക്ക്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇനി അടുത്ത ഒരു വീഡിയോ വരുന്നവരെ ബൈ ബൈ.